നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കെ ഗോപാലകൃഷ്ണന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ. സിവിൽ സർവീസിൽ ഭിന്നിപ്പും വർഗീയ ചേർതിരിവ് സൃഷ്ടിക്കുന്നതാണ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ മതാടിസ്ഥാനത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രശാന്ത് നടത്തിയ പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതും സിവിൽ സർവീസിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതുമാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ. ഉന്നതിയുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ എൻ പ്രശാന്ത് IAS കൈമാറിയതിന് തെളിവ്. ഫയലുകൾ ഏൽപ്പിച്ചത് വകുപ്പ് മന്ത്രിയെ. പുതുതായി ചുമതലയേറ്റ കെ ഗോപാലകൃഷ്ണന് ഫയലുകൾ വകുപ്പ് കൈമാറുകയും ചെയ്തു. അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18. IAS ചേരിപ്പോരിലെ നടപടിയിൽ പ്രതികരിച്ച് എൻ പ്രശാന്ത്. തനിക്കെതിരായ നടപടിയിൽ അത്ഭുതം തോന്നുന്നു. എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് അറിയില്ല. സർക്കാർ തന്റെ ഭാഗം കേട്ടില്ലെന്നും എൻ പ്രശാന്ത് ന്യൂസ് 18. സീപ്ലെയിൻ കേരളത്തിലെ ഒരു കായലിലും ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് CPI. കഴിഞ്ഞ തവണത്തേക്കാൾ അതിശക്തമായ സമരമുണ്ടാകുമെന്ന് TJ ആഞ്ചലോസ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ഇല്ലാതാക്കാനാകില്ല. വിവിധ സംഘടനകൾ ഈ മാസം 20-ന് യോഗം ചേരും. ഇറങ്ങിയാൽ തടയുമെന്നും CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. ചേലക്കരയും വയനാടും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ മുന്നണികൾ. പൗരപ്രമുഖരെയും സ്ഥാനാർത്ഥികൾ കാണും. പ്രിയങ്ക ഗാന്ധി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും. ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി തിരുവമ്പാടി, വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചാരണം നടത്തും. വയനാട്ടിലും ചേലക്കരയിലും പരസ്യ പ്രചാരണം പൂർത്തിയായതോടെ കൂടുതൽ നേതാക്കൾ പാലക്കാട്ടേക്ക്. BJPക്ക് വേണ്ടി തേജസ്വി സൂര്യ ഇന്ന് മണ്ഡലത്തിലെത്തും. കർഷകരുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി UDF പ്രചാരണം. വഖഫ് നിയമ ഭേദഗതിയും കാർഷിക പ്രശ്നങ്ങളും ആയുധമാക്കി BJP. LDF UDF മത്സരമാണെന്ന K മുരളീധരന്റെ പ്രസ്താവനയാണ് ഇടതുമുന്നണിയുടെ ആയുധം. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ പ്രതീക്ഷയോടെ മുനമ്പം തീരദേശവാസികൾ. 22-ാം തീയതി ഉന്നതതല യോഗം. ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. തീരദേശവാസികളുടെ സമരം ഇന്ന് 31-ാം ദിവസത്തിൽ. വഖഫ് ബോർഡിന്റെ നടപടി മൂലം പ്രതിസന്ധിയിലായത് നിരവധി ജീവിതങ്ങൾ. ഭൂമിയുടെ റവന്യൂ അവകാശത്തിന് വെല്ലുവിളി ഉയർന്നതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീടുകളും നഷ്ടമായി. പഠനവും ജീവിതവും വഴിമുട്ടിയ അവസ്ഥയിൽ മുനമ്പത്തെ കുടുംബങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ GV രാജ സ്കൂളിന് 2ാം സ്ഥാനം നൽകിയതിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നാവാമുകുന്ദ, മാർബേസിൽ സ്കൂളുകൾ. സ്പോർട്സ് സ്കൂളുകളെ കിരീടത്തിന് പരിഗണിച്ചത് ശരിയല്ലെന്നാണ് പരാതി. ജാർഖണ്ഡിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ആകെയുള്ള 81 മണ്ഡലങ്ങളിൽ 38 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കം 34 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നാളെ. 2 ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പിന്നാക്കക്കാർക്കും ദളിത് വിഭാഗങ്ങൾക്കുമിടയിൽ സംവരണം ആയുധമാക്കി BJP. മുസ്ലിം വിഭാഗങ്ങൾക്ക് സംവരണം നൽകി OBC ദളിത് സംവരണം അട്ടിമറിക്കാനാണ് കോൺഗ്രസ് നീക്കമെന്ന് ആരോപണം. ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം ഫലം വന്ന ശേഷം മാറാമെന്ന് ആവർത്തിച്ച NCP അജിത് പവാർ വിഭാഗം. തെരഞ്ഞെടുപ്പ് ഫലം എന്താവുമെന്ന് ആർക്കും പറയാനാവില്ല. സർക്കാർ രൂപീകരണത്തിൽ അജിത് പവാർ കിങ് മേക്കർ ആവുമെന്നും സ്ഥാനാർത്ഥി നവാബ് മാലിക്. മഹാരാഷ്ട്രയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ജനങ്ങൾ BJPക്ക് എതിരെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തങ്ങളുടെ ആളുകൾ BJPക്ക് എതിരായാണ് പോരാടുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും മമത. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് നടനും ശിവസേന നേതാവുമായി ഗോവിന്ദ. മഹായുതി സർക്കാരിനാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഡൽഹിയിൽ ഡെങ്കു കേസുകളിൽ വൻ വർധനവ്. ആകെ 4533 കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 2431 കേസുകളും റിപ്പോർട്ട് ചെയ്തത് നവംബറിൽ. നജ്ഫ്ദ, ഷഹ്ദാര,
കരോൾ ബാഗ്, സെൻട്രൽ ഡൽഹി, സൗത്ത് ഡൽഹി എന്നിവിടങ്ങളിലാണ് രോഗബാധ രൂക്ഷമാകുന്നത്. വിസ്താര എയർലൈൻസ് എയർ ഇന്ത്യ ലയനം പൂർത്തിയാകുന്നു. ഇന്നു മുതൽ വിസ്താര എയർലൈൻസ് സ്വതന്ത്ര എയർലൈൻസ് ആയി പ്രവർത്തിക്കില്ല. എയർ ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തനം തുടരും. വിസ്താരയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റുകളിൽ സഞ്ചരിക്കാൻ സൗകര്യമുണ്ടാകും.